ഇന്ന് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് മെൻസ് മണി ദി ബാങ്ക് ലാഡർ മാച്ചിൽ മത്സരിക്കുന്ന റെസ്ലേഴ്സിന്റെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റ് ഓപ്പൺ ചെയ്തത് മെയിൻ ഇവന്റ് ജയൂസോയാണ്. ജയൂസോ വന്നതിന് ശേഷം ഇപ്രാവശ്യത്തെ മണി ദി ബാങ്ക് ജയൂസോ വിൻ ചെയ്ത് ഈറ്റ് ബാങ്കാക്കി മാറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ തന്നെ എൽ.എ. നൈറ്റ് അവിടെ വന്നുകൊണ്ട് എൽ.എ. നൈറ്റ് ആണ് മണി ദി ബാങ്ക് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഇവർ മാറ്റി മാറ്റി തർക്കിക്കും. അതായത് ഈറ്റിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവരുടെ സ്റ്റൈലിൽ. അതേപോലെ ചാറ്റ് കേബിൾ അവിടെ വന്ന് പറയുന്നത് അങ്കിൾ ഹൗഡി തന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടും താൻ ഇവിടം വരെ എത്തി, താനും മണി ദി ബാങ്ക് എടുക്കും ഈ ഒരു ടൈപ്പിലൊക്കെയാണ്. അതുപോലെ കർമല്ലോ ഹൈറ്റ്സ് ആൻഡ്രോയിഡ് ഇവരും വന്നുകൊണ്ട് മണി ദി ബാങ്ക് വിൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റിയാണ് പറഞ്ഞത്. ഏറ്റവും അവസാനം ഡ്രൂ മാക്കൻടയർ വന്ന് സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് CM പങ്കിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഫാൻസ് ചാൻറ്റ് ചെയ്യും. അപ്പോൾ തന്നെ ഡ്രൂ പറയുന്നത് നിങ്ങൾ ഇതിനേക്കാൾ ശക്തിയിൽ CM പങ്കിന്റെ പേര് പറയും എന്ന് വിചാരിച്ചു. പിന്നെ CM പങ്ക് ഇപ്പോൾ ഇവിടെയൊന്നും വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും അവൻ വരില്ല, ഞാൻ അവൻ്റെ ഫാമിലിയോടൊപ്പം വിട്ടേക്കാണ്. അതായത് CM പങ്കിനെ അറ്റാക്ക് ചെയ്ത കാര്യത്തെപ്പറ്റി കളിയാക്കിക്കൊണ്ട് സംസാരിച്ചു. പിന്നീട് CM പങ്കിൻ്റെ അനുഗ്രഹം തൻ്റെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CM പങ്കിൻ്റെ കയ്യിൽ നിന്നും ഊരിയെടുത്ത ആ ഒരു ബാൻഡെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ റിങ്ങിൽ വന്നതിന് ശേഷം ഇവരെല്ലാവരെയും മെക്കൻടയർ വളരെയധികം കളിയാക്കി. അതായത് കാർമെല്ലോ ഹൈറ്റ്സ് ഇനിയും വലുതാകാനുണ്ട് എന്നും മണി ദി ബാങ്ക് വിൻ ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല, അതുകൊണ്ട് അങ്ങോട്ട് നീങ്ങി നിൽക്കാനായിട്ടും. അതുപോലെ ജയൂസോ എൽ.എ. നൈറ്റ് ആൻഡ്രോയിഡ് ഇവരാരും വിൻ ചെയ്യാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെയെല്ലാം കളിയാക്കിക്കൊണ്ട് മെക്കൻടയർ മുന്നോട്ട് പോകുമ്പോൾ ഒരു സമയത്ത് ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഡ്രൂ മെക്കൻടയറിനെ അറ്റാക്ക് ചെയ്യും. ശേഷം ഡ്രൂ മെക്കൻടയർ തിരിച്ചറ്റാക്ക് ചെയ്ത് ലീഡ് ചെയ്ത് മുന്നോട്ട് പോയി എങ്കിലും അവസാനം ജയൂസോയും എൽ.എ. നൈറ്റും ടീമായിക്കൊണ്ട് ഡ്രൂ മെക്കൻടയറെ അറ്റാക്ക് ചെയ്ത് റിങ്ങിൽ നിന്നും പുറത്താക്കും. അതിനുശേഷം ഇവർ ഫേസ് ടു ഫേസ് നിന്നുകൊണ്ട് ഈ ഒരു സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ വുമൺസ് ചാമ്പ്യൻ ബെയ്ലിയോട് മണി ദി ബാങ്ക് മാച്ചിനെ പറ്റിയും അതുപോലെ ബെയ്ലി മണി ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്ത് ചാമ്പ്യനായ കാര്യത്തെപ്പറ്റിയെല്ലാം ഒരു ചെറിയ ഇൻ്റർവ്യൂ പോലെയെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെൽസി ഗ്രീൻ വന്നുകൊണ്ട് താൻ മണി ദി ബാങ്ക് വിൻ ചെയ്ത് ബെയ്ലിയുടെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും എന്നൊക്കെ പറയും. അതിനുശേഷം പൈപ്പർ നിവിൻ വന്ന് ബെയ്ലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സെഗ്മെന്റ് അവസാനിപ്പിച്ചു. ഇനി സ്മാക്ക് ഡൗണിന്റെ റിവ്യൂ പറയുന്നതിനേക്കാൾ മുൻപായിട്ട് നാളെ മണി ദി ബാങ്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സമയത്തിൽ ഇപ്പോൾ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് നാളത്തെ മണി ദി ബാങ്ക് സോണി സ്പോർട്സ് കാണിച്ചതുപോലെ തന്നെ 4:30 സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് സാധാരണ 5:30 സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. എന്നാൽ ഇപ്രാവശ്യം 1 മണിക്കൂർ മുൻപ് ഇവർ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ രാവിലെ 4:30 വെച്ച് നോക്കാണ് നല്ലത്. കാരണം 4:30 തന്നെ സൈറ്റിലും മണി ദി ബാങ്കിന്റെ ടൈമെല്ലാം കൊടുത്തിട്ടുള്ളത്. പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഫസ്റ്റ് മാച്ചായി നടന്നത് ഒരു ടാഗ് ടീം മാച്ചാണ്. സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് വേഴ്സസ് പ്രീറ്റി ഡെഡ്ലി, ഇവർക്കാണ് ഈ ഒരു ടാഗ് ടീം മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ച് ആയിരുന്നു. എന്നാലും ഇതിനേക്കാൾ മുകളിൽ ഇവരുടെ പെർഫോമൻസ് വരും എന്ന് വിചാരിച്ചു. മാച്ചിന്റെ അവസാനത്തിൽ പ്രീറ്റി ഡെഡ്ലി ടീമിനെ തോൽപ്പിച്ചുകൊണ്ട് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് ആണ് ഈ ഒരു മാച്ച് വിൻ ചെയ്തത്. പിന്നീട് ടാഗ് ടീം ചാമ്പ്യൻസായ അസ്റ്റിൻ തിയറി ആൻഡ് ഗ്രേസൺ വാലർ ഇവരെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു. അപ്പോൾ ഗ്രേസൺ വാലർ അസ്റ്റിൻ തിയറിയോട് പറയുന്നത് ജോണി ഗർഗനോ ടൊമാസ് സിയമ്പ നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, അതായത് ഞാൻ നിന്നെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ. എന്നാൽ നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അതുകൊണ്ട് അവർ പറയുന്നതൊന്നും കേൾക്കണ്ട, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഗ്രേസൺ വാലർ അസ്റ്റിൻ തിയറിയോട് പറഞ്ഞത്. പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ നടന്നതും ഒരു ടാഗ് ടീം മാച്ച് തന്നെയാണ്. മുൻ ടാഗ് ടീം ചാമ്പ്യൻസ് ആയിരുന്ന ബിയാങ്ക ബെലർ ആൻഡ് ജേഡ് കാർഗിൽ ഫോഴ്സസ് കാൻഡിസ് ലോറെ ഇൻഡി ഹാർട്ട്വെൽ, ഇവർക്കാണ് ടാഗ് ടീം മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് ഒരു നോർമൽ മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ ജേഡ് കാർഗിലും ബിയാങ്ക ബെലറും ഒരേ സമയം ഇൻഡി ഹാർട്ട്വെൽ കാൻഡിസ് ലോറെ ഇവരെ 2 പേരെയും ഫിനിഷർ ചെയ്ത് ജേഡ് കാർഗിൽ കാൻഡിസ് ലോറയെ പിൻ ചെയ്ത് ഈ മാച്ചിൽ ബിയാങ്ക ബെലർ ആൻഡ് ജേഡ് കാർഗിൽ ഇവരാണ് വിൻ ചെയ്തത്. പിന്നീട് ഇവർ അടുത്ത പ്ലാനായിട്ട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് തിരികെ വിൻ ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഈ മാച്ച് എന്ന്. അടുത്തതായിട്ട് അവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വേണം ഈ ഒരു ടൈപ്പിലെല്ലാം. അതിനുശേഷം അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സ്, കെവിൻ ഓവൻസ് ആൻഡ് റാൻഡി ഓർട്ടൻ ഇവരുടെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റിൽ കോഡി റോഡ്സും റാൻഡി ഓർട്ടനും പറഞ്ഞതിനേക്കാൾ മുകളിൽ കെവിൻ ഓവൻസ് ആണ് ഈ ഒരു സെഗ്മെന്റ് മുഴുവനായിട്ടും കൊണ്ടുപോയിട്ടുള്ളത് എന്ന് പറയാം. അതായത് കോഡി റോഡ്സും റാൻഡി ഓർട്ടനും ബ്ലഡ് ലൈനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മണി ദി ബാങ്കിൽ അവസാനിപ്പിക്കും. പ്രത്യേകിച്ച് റാൻഡി ഓർട്ടൻ ആ ഒരു 3 അക്ഷരം ഉപയോഗിച്ചുകൊണ്ട്
ബ്ലഡ് ലൈനെ ഇല്ലാതെയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് RKO എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേ സെഗ്മെന്റിൽ കെവിൻ ഓവൻസ് പറഞ്ഞത് കഴിഞ്ഞ തിങ്കളാഴ്ച കെവിൻ ഓവൻസിന് തന്റെ അച്ഛൻ കോൾ ചെയ്തതായിട്ടും തന്റെ അമ്മയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നും അതിനുശേഷം ഹോസ്പിറ്റലിലാക്കിയതും ഈ ഒരു കാര്യത്തെ പറ്റിയൊക്കെയാണ് കെവിൻ ഓവൻസ് പറഞ്ഞത്. അതായത് ഇപ്പോഴും തന്റെ അമ്മ വളരെ ബുദ്ധിമുട്ടിലാണ് ഹോസ്പിറ്റലിൽ കഴിയുന്നത്. എന്നിട്ടും താൻ അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വന്നതിന്റെ കാരണവും തന്റെ അമ്മ തന്നെയാണ്. താൻ അവിടെ നിന്നുകൊണ്ട് നാളെ നടക്കാൻ പോകുന്ന മാച്ചിൽ കെവിൻ ഓവൻസിന് മത്സരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത് കെവിൻ ഓവൻസിന്റെ അമ്മയ്ക്ക് തന്നെ വളരെയധികം വിഷമമായിരിക്കും. അല്ലെങ്കിൽ കെവിൻ ഓവൻസിനോട് തന്നെ വളരെയധികം ദേഷ്യം തോന്നും. ഈ ഒരു ടൈപ്പിലൊക്കെയാണ് കെവിൻ ഓവൻസ് പറഞ്ഞത്. അതായത് തൻ്റെ അമ്മ ഹോസ്പിറ്റലിലായിട്ട് പോലും താൻ ഈ ഒരു മാച്ചിന് ഫൈറ്റ് ചെയ്യാൻ വന്ന കാര്യം ഈ ഒരു ടൈപ്പിലാണ് ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഈ സെഗ്മെന്റ് നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നീട് വുമൻസ് ചാമ്പ്യൻ ബെയ്ലി, പൈപ്പർ നിവിൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ചിന്റെ കാരണം മുൻപ് പറഞ്ഞ് ബാക്ക് സ്റ്റേജിൽ വെച്ച് അറ്റാക്ക് ചെയ്തതുകൊണ്ടാണ്. ഈ മാച്ച് നടക്കുന്ന സമയത്ത് തന്നെ വുമൻസ് മണി ഇൻ ദി ബാങ്കിൽ മത്സരിക്കുന്ന റെസ്ലേഴ്സ് എല്ലാം റിംഗ് സൈഡിലും റിങ്ങിന് പുറത്തെല്ലാം നിൽക്കുന്നുണ്ടായിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ ഇവരെല്ലാം ചേർന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം അറ്റാക്ക് ചെയ്യും. അവസാനം ടിഫനി സ്ട്രാറ്റൻ ഇവരുടെ എല്ലാവരുടെയും മേലേക്ക് ഒരു മോൺസോൾട്ട് എല്ലാം ചെയ്ത് ഇവരെ അറ്റാക്ക് ചെയ്യും. പിന്നീട് ഈ ഒരു അവസരം ഉപയോഗിച്ച് ബെയ്ലി പൈപ്പർ നിവിന് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ബെയ്ലി വിൻ ചെയ്തു. എന്നാൽ അവസാനം ബെയ്ലി സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നയ ജാക്സ് അവിടെ വന്നുകൊണ്ട് ബെയ്ലിനെ അറ്റാക്ക് ചെയ്ത് ഫിനിഷർ കൊടുക്കാൻ പോകുന്ന സമയത്ത് മിച്ചിൻ അഥവാ മിയായം വന്നുകൊണ്ട് നയ ജാക്സിനെ കെൻഡോസ്റ്റിക്ക് വെച്ച് അറ്റാക്ക് ചെയ്തു. അപ്പോൾ പല പ്രാവശ്യമായിട്ടുണ്ട് നയ ജാക്സുമായിട്ട് സിംഗിൾസ് മാച്ച് വേണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ മാച്ച് എന്തായാലും അടുത്ത സ്മാക്ക് ഡൗണിൽ കൺഫേം ആയിട്ടുണ്ട്, മിച്ചിൻ വേഴ്സസ് നയ ജാക്സ്. പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് WWE ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ടാഗ് ടീം ചാമ്പ്യൻസായ ഗ്രേസൺ വാലർ ആൻഡ് അസ്റ്റൻ തിയറി വേഴ്സസ് ജോണി ഗർഗാനോ ആൻഡ് ടൊമാസോ സിയമ്പ ഇവർക്കാണ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിന് വരുന്ന സമയത്ത് ബാക്ക് സ്റ്റേജിൽ വെച്ച് DIY ടീം പറയുന്നത് ഇതേ സിറ്റിയിൽ വെച്ച് തന്നെയാണ് അവർ NXT ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത്. പിന്നെ ഇവർക്ക് അതേ സിറ്റിയിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് ജോണി ഗർഗാനോയുടെ റിട്ടേൺ, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഈ പ്രാവശ്യം ഇവിടെ വെച്ച് ഇവർ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പും വിൻ ചെയ്യും എന്നൊക്കെയാണ് ബാക്ക് സ്റ്റേജിൽ പറഞ്ഞു വന്നത്. പിന്നീട് ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ടു ടീമിൻ്റെയും നല്ല പെർഫോമൻസ് ഈ മാച്ചിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പല സമയങ്ങളിലും അസ്റ്റൻ തിയറിയെ ഇട്ടുകൊടുത്തുകൊണ്ട് ഗ്രേസൺ വാലർ എസ്കേപ്പ് ആകുന്നത് പോലെ അസ്റ്റൻ തിയറിക്ക് സൂപ്പർ കിക്ക് അതുപോലെ ചില അറ്റാക്ക് എല്ലാം കിട്ടുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. എന്നാലും അസ്റ്റൻ തിയറി വിടാതെ ഗ്രേസൺ വാലറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാക്സിമം ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് തിരികെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. മാച്ചിൻ്റെ അവസാനത്തിൽ ഗ്രേസൺ വാലറിനെ DIY ടീം അവരുടെ ഡബിൾ ഫിനിഷർ ചെയ്ത് പിൻ ചെയ്യാൻ നോക്കുന്ന സമയം അസ്റ്റൻ തിയറി കാലെടുത്ത് റോപ്പിൽ വെച്ച് കൊടുക്കും. ഇത് കണ്ട് ദേഷ്യം വന്ന ജോണി ഗർഗാനോ ഗ്രേസൺ വാലറിനെ സബ്മിഷൻ ലോക്ക് ചെയ്യും. അപ്പോൾ തന്നെ അസ്റ്റൻ തിയറി റിങ്ങിൽ കയറി ടാപ്പ് ഔട്ട് ചെയ്യാൻ പോകുന്ന ഗ്രേസൺ വാലറിന്റെ കയ്യിൽ പിടിക്കും. അടുത്ത സെക്കൻഡിൽ തന്നെ ജോണി ഗർഗാനയും ലോക്ക് ചെയ്തുകൊണ്ട് ഡബിൾ സബ്മിഷൻ ചെയ്ത് ടാപ്പ് ഔട്ട് മൂലം ഈ മാച്ചിൽ DIY ടീമാണ് ന്യൂ ടാഗ് ടീം ചാമ്പ്യൻസ് ആയത്. അപ്പോൾ ഈ മാച്ചും ഈ മാച്ചിൻ്റെ റിസൾട്ടും എല്ലാം നന്നായിട്ടാണ് തോന്നിയത്. ഇതേ മാച്ച് ഇങ്ങനെ തന്നെ കൊണ്ടുപോയി മണി ഇൻ ദി ബാങ്കിൽ വയ്ക്കുകയാണെങ്കിൽ വേറെ ലെവലായേനെ. എന്തായാലും ഇവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ഇനി ടാഗ് ടീം മാച്ച് എല്ലാം വേറെ ലെവലായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇതോടുകൂടി സെലിബ്രേറ്റ് ചെയ്ത് സ്മാക്ക് ഡൗൺ അവസാനിപ്പിക്കും എന്ന് വിചാരിച്ചാൽ ദാ വരുന്നു പുതിയ ബ്ലഡ് ലൈനുമായിട്ട് സോളോ സിക്കാവയുടെ ഒരു പ്രോമോ. അപ്പോൾ ആ പ്രോമോയിൽ താൻ ട്രൈബൽ ചീഫ് ആവാനുള്ള കാരണത്തെ പറ്റിയാണ് സോളോ സിക്കാവ പറഞ്ഞിട്ടുള്ളത്. അതായത് മുൻപ് ട്രൈബൽ ചീഫായിരുന്ന റോമൻ റെയിൻസ് കോഡി റോഡ്സിന്റെ കൂടെ റെസൽമേനിയയിൽ തോറ്റുവെന്നും റോമൻ തോറ്റതുകൊണ്ടാണ് താൻ പുതിയ ട്രൈബൽ ചീഫ് ആയത് എന്നും കോഡി റോഡ്സിന്റെ ചാമ്പ്യൻഷിപ്പിന്റെ മേലെയാണ് ഇനി തൻ്റെ കണ്ണ്, അതുകൊണ്ട് കോഡി റോഡ്സ് റെഡി ആയിട്ടിരുന്നു, കോഡി റോഡ്സിന്റെ അടുത്തേക്ക് ഞാൻ വരാൻ പോകുകയാണ്, ആ ഒരു ചാമ്പ്യൻഷിപ്പും വിൻ ചെയ്ത് ഞാൻ ട്രൈബൽ ചീഫായി മുന്നോട്ട് പോകും. ഈ ഒരു ടൈപ്പിലൊക്കെയാണ് ഈ സെഗ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രോമോ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ സ്മാക്ക് ഡൗണിൽ ഇതൊക്കെയാണ് നടന്നിട്ടുള്ളത്. മണി ഇൻ ദി ബാങ്കിന് മുൻപ് നടന്ന സ്മാക്ക് ഡൗൺ ആയിരുന്നു ഇത് അവസാനത്തെ സ്മാക്ക് ഡൗൺ. അപ്പോൾ ഷോ മൊത്തത്തിൽ നല്ല ഷോ ആയിട്ട് തോന്നി. അതായത് ഒരു വേറെ ലെവൽ ഷോ എന്നല്ല, ഒരു നല്ല ഷോ അത്രയേ പറയുന്നുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.